ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് എന്താണെന്നറിയോ? ഇന്ന് ഞാൻ കുറേയായി പറയണമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞുവാവനെ കാണാൻ പോവുക. കുഞ്ഞുവാവ ഉണ്ടായോ എന്നുള്ള എത്രയോ പ്രാവശ്യം കമൻറ്റ്. കാരണം ഞാൻ പ്രസവക്കൂട്ടൽ ഹോസ്പിറ്റൽ പോക്കൊക്കെ നിങ്ങളെ കാണിച്ചതാണല്ലോ. പിന്നെ നിങ്ങൾ ചോദിച്ച് തെറ്റൊന്നുമില്ല. പക്ഷേ പ്രസവിച്ചു, അൽഹംദുലില്ലാ, നല്ലൊരു ഓമനത്തൾ, നല്ലൊരു ആൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 2 ആൺകുട്ടികളാണ്. ഇപ്പം 3ാമത് ഒരു കുഞ്ഞുവാവ ആൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞുവാവനെ കാണാൻ പോകുക കേട്ടോ. മോളിവിടെ ഇല്ലല്ലോ, മോളിവിടെ ഇല്ല, മോളെ വീട്ടിലാണല്ലോ. അപ്പം ഞങ്ങൾ കുഞ്ഞുവാവനെ കാണാൻ പോവുക. കുഞ്ഞുവാവനെ കാണാൻ പോകുമ്പോൾ വാവക്ക് കുറേ സംഭവങ്ങൾ ഇവിടുന്ന് പച്ചക്കറികളൊക്കെ വിളവെടുക്കുന്നുണ്ട്. കാരണം വാവ തിന്നുമോ നിങ്ങൾ ചോദിക്കൂ. പക്ഷെ വാവ കഴിക്കണ്ട. എൻ്റെ മോൻ്റെ ഭാര്യ തന്നെ ഞാൻ മോളെന്ന് തന്നെ പറയുള്ളൂ. എൻ്റെ 2 മരുമക്കളും എൻ്റെ രാജകുമാരികൾ തന്നെയാണ്. പക്ഷെ അവരെ ഞാൻ നോക്കണമല്ലോ. അവർ കഴിച്ചാൽ പാലിലൂടെ മോന് കിട്ടിക്കോളൂ, അതിനെ കുഞ്ഞുവാവ നല്ല ഉഷാറായിക്കോളൂ. അപ്പം പോകുമ്പോൾ ഞങ്ങൾ കുറേ വിളവെടുക്കട്ടെ. വിഷരഹിത പച്ചക്കറികൾ, പാലുണ്ടാവുന്നതൊക്കെ നമുക്ക് കാണാമല്ലോ. ഫസ്റ്റിൽ തന്നെ ഞാൻ വിളവെടുക്കുന്നത് മുരിങ്ങയാണ്. കാരണം എന്താ അറിയോ, മുരിങ്ങനോളം പാലുണ്ടാവുന്ന വേറൊരു ഒന്നില്ല പോലും. ഇലവർഗത്തിൽ ഏറ്റവും നല്ലത് മുരിങ്ങയാണ് എന്നുണ്ട്. പിന്നെ എൻ്റെ മുരിങ്ങൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ മുരിങ്ങയ്ക്ക് സാധാരണ ആരും മരുന്നൊന്നും അടിക്കലില്ല. പക്ഷേ എൻ്റെ പിന്നെ ഒന്നിനും മരുന്നടിക്കാത്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുരിങ്ങ കുറച്ചങ്ങ് കൊണ്ടുപോകട്ടെ എന്ന്. ഇത് നന്നാക്കി ഇലയൊക്കെ നന്നാക്കി വെച്ച് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ പുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇത് കഴിച്ചാൽ നല്ലതല്ലേ. കുഞ്ഞുവാവക്ക് നല്ല പാല് കിട്ടിക്കോളൂ, നല്ല വളർച്ച ഉണ്ടായിക്കോളൂ. ഇങ്ങനെയൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് നന്നാവുള്ളൂ. എന്താ ഉഷാറെന്നറിയോ, നല്ല ഇലയാണ്. അത് ഏതാ സമയം നോക്കണോ, നല്ല വേനൽ, മഴ ഇവിടെ കിട്ടിയിട്ടല്ല, എന്നാലും ഞാൻ നനച്ചുണ്ടാക്കുമല്ലോ. എനിക്ക് പദ്ധതി വെള്ളമുണ്ട്, കിണർ വെള്ളമുണ്ട്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഓരോന്ന് വിളവെടുക്കുക. എനിക്കുണ്ടല്ലോ, ഞാൻ മോന് ഒരു കുട്ടി ഉണ്ടായത് എൻ്റെ ആദ്യത്തെ പേരക്കുട്ടിയാണ്. ആ പേരക്കുട്ടീനെ എനിക്ക് കാണാണ്ടിരിക്കാനാകുന്നേ ഇല്ല കേട്ടോ. അതിൻ്റെ മൂക്കും അതിൻ്റെ കണ്ണും അതിൻ്റെ ചുണ്ടും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണം. എനിക്ക് എന്തോ ഒരു സങ്കടം പോലെ കേട്ടോ എപ്പം കാണിയിട്ട്. എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് നോക്കും എന്നും രാവിലെ, മോൻ്റെ കളികളും. ഇനി അടുത്തത് കേട്ടോ, ഇത് നോക്ക്, എന്തോ വീതി. ഈ തണ്ടും എടുക്കുക, ഇലയെടുക്കുക. പിന്നെ എല്ലാവരും ചോദിക്കൂ, ഇത് ചേമ്പല്ലേ, ചൊറിയില്ലേ? എന്നാൽ ചേമ്പല്ല കേട്ടോ, ഇത് ചീരവർഗത്തിൽപ്പെട്ട ഒരു ചീരയാണ്. പിന്നെ ചൊറിയില്ല, ഇത് വിത്തുണ്ടാവൂല. പിന്നെ എങ്ങനെ സംശയം ഉണ്ടാവും, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് തൈ ഉണ്ടാകുക? ഇതിൻ്റെ വേര് പൊട്ടി മുളച്ചിട്ട്, അതാ നിറച്ച് വേര് പൊട്ടി മുളച്ചിട്ടുണ്ടായി കണ്ടോ. ഇതങ്ങ് പിരിച്ച് കുഴിച്ചിട്ടാൽ മതി. ഇത് ഒറിജിനൽ ചേമ്പ്, നമ്മളെല്ലാവരും പറയുന്ന ചേമ്പ്, അത് ഒറിജിനൽ ചേമ്പാണ്. പാൽ ചേമ്പ്, പിരാത്തി ചേമ്പ് എന്ന് പറയും. അതിൻ്റെ ഇല നോക്ക്, അതിൻ്റെ ഇല എങ്ങനെയാ, ഇതിൻ്റെ ഇല കണ്ടോ വ്യത്യാസം? എങ്ങനെ മുരിങ്ങയായി, ഇതായി. ഇനി അടുത്തത് പൊന്നാങ്കണ്ണിൻ്റെ പ്രത്യേകത പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ണിന് പൊന്ന. അപ്പം നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാരൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിരിക്കണം. പ്രായമായ എന്നെപ്പോലുള്ളവരും കഴിച്ചിരിക്കണോ. പിന്നെ ഞാൻ പറയാം, ഈ സമയത്താണല്ലോ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലത് കഴിക്കുക. അപ്പോൾ ആ കൂട്ടത്തിൽ ചീരവർഗത്തിൽ ഇതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ എവിടെയാണ് നട്ട് നോക്ക് എൻ്റെ പൊന്നാങ്കണ്ണി. ഞാൻ സ്ഥലമില്ല, എനിക്ക് സ്ഥലമില്ല. സ്ഥലമില്ലാത്തവർക്ക് ബെറ്റർ ഐഡിയ കേട്ടോ. ഇതെന്താന്ന് പറഞ്ഞാൽ ഇതെൻ്റെ പാത്തിയാണ്. പാത്തി എന്ന് പറഞ്ഞാൽ വെള്ളം ഓടിൻ്റെ സൈഡിലൊക്കെ ഓട്ടുമ്പുറത്ത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ വേറെ നല്ല വാങ്ങി വെച്ചപ്പോൾ ഇത് ബാലൻസ് വന്നു. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയത്, പിന്നെ ഞാൻ ഇങ്ങനെ വെട്ടി മണ്ണ് നിറച്ചിട്ട് ഇങ്ങനെ തൂക്കിയിടട്ടെ. ഇങ്ങനെ തൂക്കിയാൽ കിട്ടാതിയല്ലോ. ഈ പൊന്നാങ്കണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, വെയിലുള്ള ഭാഗം ചൊന്നുണ്ടെക്കും. വെയിൽ തട്ടിയാൽ, വെയിൽ തട്ടിയില്ലെങ്കിൽ പച്ച കളർ. ഇതൊന്നും വെയിലിപ്പം അങ്ങനെ തട്ടുന്നില്ല, അതുകൊണ്ട് ഇതിന് പച്ചയാ. അങ്ങനെ അങ്ങ് നട്ട് കഴിഞ്ഞാൽ ജീവികളൊന്നും മൂത്രമൊഴിക്കൂല, നമുക്ക് മണ്ണ് തെറിക്കൂല, നമുക്ക് ഇങ്ങനെ റാഹത്തിൽ ഇങ്ങനെ വിളവെടുക്കുക. വലിയ അധ്വാനമില്ല.
പിന്നെ അത് ഉണ്ടാക്കാനുള്ളൊരു കുറച്ചൊരു പണിയുള്ളൂ, വലിയ പണിയൊന്നുമില്ല. പിന്നെ ഞാൻ വേറെയും മാർഗം എടുത്ത് ഇതാ കുപ്പിത്തൊന്ന് വിളവെടുക്കട്ടെ. വിളവെടുത്താൽ മാത്രമേ ഇത് ശാഖകൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ പ്രത്യേകത ഉണ്ട് കേട്ടോ അതിന്. എന്നാൽ കുപ്പി തന്നെ കാണൂല. ഇതൊക്കെ നനച്ചെടുത്ത് എന്ത് മതി, എല്ലാം കൂടി ആയാലേ നാശമായിപ്പോൾ. ഇനി നമുക്ക് പോകണല്ലോ, എനിക്ക് അവനെ കാണാൻ എപ്പം പോകണ്ടേ. പിന്നെ ഒരു അടുത്ത വീടടുത്താ മോളെ വീടേ, അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പം വേണമെങ്കിലും പോവാം. മൂത്തോളത് കോഴിക്കോടാണ്, അപ്പം പോകണമെങ്കിൽ നമുക്ക് ഒരുങ്ങണം. ഞാൻ പൂബോൾ ഉണ്ടാക്കിയില്ലായിരുന്നു, കണ്ടോ? പൂവിടാൻ തുടങ്ങി. ഇതാ നോക്ക്, നല്ല ചുവപ്പ് മഞ്ഞ പൂവിടാനുണ്ട്, നിറച്ച് ഉണ്ടാകുന്നുണ്ട്. ഇനി ഇതിങ്ങും ബോളായി വന്നിട്ട് ഈ കുപ്പി നമ്മൾ കാണൂല കുറച്ച് കഴിഞ്ഞാൽ. ഇതാ തുടങ്ങി. ഇപ്പം അടുത്തല്ലേ നമ്മളിത് നട്ടയില് ഞങ്ങൾ കണ്ടില്ലായിരുന്നോ? അടിപൊളി. അടുത്തത് വഴുതിന. ഏത് പച്ചക്കറി ആയാലും മരുന്നടിക്കാത്തതായത് കൊണ്ട് കഴുകിയിട്ട് അങ്ങ് പച്ച എന്നാലും കുഴപ്പമില്ല, പച്ചക്കറിയല്ല ആ വേവിലങ്ങ് തിന്നാൽ അടിപൊളിയാണ്. ഞാൻ അപ്പുറത്തുനിന്ന് വിളവെടുക്കട്ടെ. ഇത് 2 സൈസ്, അത് നല്ല ഉണ്ടയാണ്, ഇത് നീളനാണ്, ഇത് ഉണ്ടയാണ്. ഇനി ഞാൻ അപ്പുറത്ത് പോയി വിളവെടുക്കട്ടെ കേട്ടോ. അടുത്തത് നിത്യവഴുതിന ഇളം പ്രായത്തിൽ പറിച്ചു വേണം. മൂത്താ പിന്നെ ഒന്നിനും പറ്റൂല, നമുക്ക് കളയാനേ പറ്റുള്ളൂ, വിത്തിനേ പറ്റുള്ളൂ. അപ്പം ഞാനെൻ്റെ നിത്യവഴുതിന നിറയെ നട്ടിട്ട് എന്താക്കിയെന്നറിയോ, ഇവിടെ ഇങ്ങനെ പന്തലിട്ട് കൊടുത്തുക, കയറ് കെട്ടിക്കൊടുത്തുക. ഇതിന് പടരാനുള്ള സൗകര്യം, നന്നായിട്ട് പടരാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഉണ്ടല്ലോ തിങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ നിത്യവഴുതനയും വിളവെടുത്തു. എല്ലാവരും ചോദിക്കും നിത്യവഴുതന എങ്ങനെ നടുക എന്നുള്ളത്. ഇതാ ഈ ഒരു സാധനമല്ല ഇത് മൂപ്പെത്തിയാൽ കറുപ്പ് കളറ് വരും. ഇതിൽ 4 വിത്തുണ്ടാവും. ആ വിത്തങ്ങ് നട്ടാൽ മതി, അടിപൊളിയായിട്ടുണ്ടാവും. ഇനി അടുത്ത് എൻ്റെ കാബേജൊക്കെ വെർട്ടിക്കലായിട്ട് നട്ടത് ഉഷാറായില്ലേ? ഇങ്ങനെയൊക്കെ നട്ടാട്ടോ സ്ഥലമില്ലാത്തവർക്ക്. അതുപോലെ തന്നെ നോക്ക്, എൻ്റെ കാന്താരി അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. അടുത്തത് കാബേജ് നമ്മൾ നട്ടുണ്ടാക്കിയ കാബേജിന് പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. കടയിൽ നിന്ന് വാങ്ങുന്ന കാബേജിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ നല്ലൊരു കാബേജ്. ഇനി നമ്മൾ കാബേജ് വിളവെടുത്തിട്ട് നമ്മൾ വേഗം പോവരുത്. ഇതെല്ലാം ഉണ്ടല്ലോ, ഇതൊക്കെ പൊട്ടിച്ചു കൊടുക്കുക. ഇതൊക്കെ തോരൻ വെക്കട്ടോ, ഇതൊക്കെ മരുന്നടിക്കാത്ത നല്ലതാണ്. പക്ഷെ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ഇത് ഞാൻ തോരൻ വെക്കണമൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ തണ്ടില്ലേ, ഈ തണ്ടിൽ ഇനി ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ചുറ്റും കാബേജിൻ്റെ തൈ വരും. ഈ തണ്ടിൽ ഞാൻ കാബേജിൻ്റെ തൈ വന്ന് കാണിച്ചു തരാം. കണ്ടോ കാബേജിൻ്റെ തൈ വന്നത്? ഇത് 2 ആഴ്ച കഴിഞ്ഞ് കാബേജിൻ്റെ തൈ വന്നത് കണ്ടോ? ഇഷ്ടം പോലെ തൈ വന്നു. ഇപ്പം നമ്മൾ വലിച്ചൂരി എടുക്കരുത്, അവിടെ വെച്ചാൽ മതി കേട്ടോ. അത് അറിയാത്തവർക്ക് പറഞ്ഞു തരുന്ന കുറേ പേർക്ക് അറിയാം. ഇതൊക്കെ എൻ്റെ അങ്ങനെ നട്ട കാബേജാണ്. അടുത്തത് എൻ്റെ കട്ട ചുവപ്പ് ചീര. നോക്കി, ഇത് വെയിലായിപ്പോയി, പോവാൻ തിരക്കായത് കൊണ്ട് ഞങ്ങൾ ഉച്ചക്കായിപ്പോയി ഇത് വിളവെടുക്കട്ടെ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. നല്ല അടിപൊളി ചീരയാട്ടോ. നമ്മൾക്ക് ചീര ഇങ്ങനെ കണ്ടു നിന്നാൽ നമുക്ക് ഇഷ്ടം നോക്കിക്കാനാണ്, വിളവെടുക്കാനല്ല. പണിട്ട് കാര്യമല്ല, അത് ഉഷാറാവണമെങ്കിൽ വിളവെടുത്തേ പറ്റൂ, അല്ല മുരടിച്ചു പോവും. വിളവെടുത്തൊക്കെ അത് കാണാൻ കഴിയുന്നില്ല. ഇനിയുണ്ട് വിളവെടുക്കാൻ കുറച്ചും കൂടെ. ഇവിടുന്നൊക്കെ വിളവെടുക്കട്ടെ. എന്താ ഈ കുപ്പിയിലൊക്കെ ഇതൊക്കെ ഒന്ന് വിളവെടുത്താട്ടെ, അല്ലെങ്കിൽ മുരടിച്ച് പോവുക. അതൊക്കെ ഞാൻ അങ്ങനെ നോക്കിക്കാൻ വേണ്ടി വിളവെടുക്കേയില്ല. പിന്നെ കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നിയും ചെയ്യൂല. വേറെ എന്തോ ഉണ്ടല്ലോ ഉപ്പേരി വെക്കാനൊക്കെ. ഇതൊക്കെ മുരടിച്ച് പോയതാ വിളവെടുക്കിയിട്ട്. ഇനി അങ്ങ് ഉഷാറാവും. ഇതിലും കൂടെ അങ്ങ് വിളവെടുത്താട്ടെ. അതുപോലെ എൻ്റെ പച്ചമുളക് ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിനേ വിളവെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്തായി എന്നറിയൊക്കെ പഴുത്തു പോവുക. പഴുത്ത് കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഇതൊക്കെ പഴുത്തു പോയി. പഴുത്ത് അങ്ങ് പറിച്ച് വെച്ചാട്ടെ. ഇതെല്ലാം പഴുത്തു പോവുക. ഇനി ഞാൻ വാടിപ്പോകുന്നതിന് എല്ലാം ഒന്ന് പേപ്പറിലാക്കി പൊതിയട്ടെ. എന്താ പറഞ്ഞാൽ അല്ലെ വാടിപ്പോവും. ഇതിപ്പോൾ ഞങ്ങൾ വോട്ടെല്ലാം ചെയ്ത്, ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പല്ലേ, എല്ലാവരും തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുമെന്ന് വിചാരിക്കുന്നു. ഓരോ വോട്ടും അമൂല്യം, എല്ലാവരും പോയി വോട്ട് ചെയ്യണം.
ഞങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഇത് കുഞ്ഞുവാവനെ കാണാൻ പോകുന്നത്. അങ്ങനെ ഒന്ന് ഇവിടെ വെച്ച് ഇത് ചീരച്ചേമ്പ് ദുർബല ഒന്ന് വെട്ടിപ്പോയാൽ മതി, അപ്പത്തിന് കുഴഞ്ഞങ്ങ് പോവും. ഇത് ടേസ്റ്റ്, അത് ഇളക്കും വെക്കാം, തളുക്കും പോലെ അങ്ങനെയും വെക്കാം. പിന്നെ ഉപ്പേരി തേങ്ങയൊക്കെ ചതുക്കിയിട്ട് ചീരക്കും പോലെ എങ്ങനെ വെച്ചാൽ ഇത് നല്ല വിറ്റാമിൻ, നല്ല ടേസ്റ്റുമാണ്. ഇത് മാത്രം മതി ചോറുന്നാൻ. ഇനി അടുത്തത് ചുവന്ന ചീര, അല്ല പച്ചച്ചീര ഉണ്ട്. പച്ചച്ചീര എനിക്കെപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ 3 ആൾക്ക് പറിച്ചു കൊടുത്തു. അതാ എൻ്റെ അടുത്ത് പച്ചച്ചീര എന്ന് വിളവെടുക്കാൻ ഉണ്ട്, അപ്പുറത്തെ പറമ്പിലുണ്ട്. അതിന് പോകാനാവൂല, ഭയങ്കര വെയിലാണ്. ഇത് ഞാൻ കൃഷി എടുക്കും, കൂടുതലാക്കി വിതരണം. ഇനി അടുത്തത് ക്യാബേജ് 2 ഉണ്ട്. 2 ആയിട്ട് ക്യാബേജിനെ കെട്ടിടൊന്നുമില്ല, അതെന്തായാലും ഒന്നും ആവില്ല. 2 ക്യാബേജ് ഉണ്ട്, അപ്പുറത്തുനിന്ന് എടുക്കണം. വഴുതിനെ അപ്പുറത്തുനിന്ന് എടുക്കണം. ഇനി പൊന്നാങ്കണ്ണി പേപ്പറിൽ പൊതിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടേക്ക് നാശമായി പോവില്ല. ഇനി നിത്യവഴുതന എല്ലാം ഓരോ ഉപ്പേരിക്കുള്ളതാ, തോരനുള്ളതാ. ഞാൻ ആഴ്ച പോവും, എനിക്ക് കുഞ്ഞുവാവനെ കാണാതെക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ കുഞ്ഞുവാവുള്ളവരൊക്കെ? നമുക്ക് എന്നെപ്പോലെ കാണാതെക്കാൻ കഴിയാത്തവരുണ്ടോ? ആള് ചെറുതാ, 1 മാസം കൂടിയായില്ല. എൻ്റെ 2ാമത്തെ മോൻ്റെ ആണല്ലോ, 2ാമത്തെ മോനെ പ്രസവിച്ച് എൻ്റെ കയ്യിൽ കിട്ടുന്നത് അതേ പോലത്തിലാണ് എനിക്ക് മോൻ്റെ കുട്ടീനെ എനിക്ക് തോന്നുന്നത്. എനിക്ക് സഹിക്കാനാകുന്നില്ല കേട്ടോ കാണാൻ. ഞാൻ കവറിലിട്ടാട്ടെ, ഇനി പലതും ഇടാനുണ്ട്. ഇതൊന്നും അല്ല, ഇനി പലത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ പോകുമ്പോൾ ഓരോന്ന് കൊണ്ടുപോയാലേ മോക്ക് നല്ല വിഷരഹിത പച്ചക്കറിയൊക്കെ കഴിക്കാമല്ലോ. അതുവഴി എൻ്റെ ബാവക്ക് കുഞ്ഞുബാവ മിടുക്കനാവുമല്ലോ. വേഗം അങ്ങ് മിടുക്കനാവട്ടെ, അസുഖം വരാതിരിക്കട്ടെ, അതപ്പം പേടി. കാബേജ് അപ്പുറത്തുനിന്ന് എടുക്കണം, അതിപ്പോൾ ഇവിടെ നിൽക്കട്ടെ. വഴുതിനിയൊക്കെ ഇനി ബാക്കിയുള്ളത് ഞാൻ എല്ലാം കെട്ടി കാറിൽ വെക്കട്ടെ കേട്ടോ. ഇനി കുറച്ച് കായ് കൂടെ കൊണ്ടോട്ടെ ഇറച്ചി. ഞാൻ കായൊക്കെ വെട്ടി ഞങ്ങൾ കണ്ടണല്ലോ, കൊലയൊക്കെ. ഇത് പൂവനാ, ഒറിജിനൽ പൂവനാണ്. അപ്പം ഞാനത് അടിയിലിടട്ടെ. ഇത് മെല്ലെ പഴുത്താൽ മതിയല്ലോ, പഴുത്ത് വേറെ കുറച്ചുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ഇപ്പം ഭയങ്കര ചൂടല്ലേ മോളും, ജ്യൂസ് അടിച്ച് കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതെല്ലാം മധുരം കേട്ടോ. അത് കുറച്ചും കൂടി പഴുപ്പ് കുറഞ്ഞതിലിടട്ടെ. ഇപ്പം പച്ചക്കറിയും പഴവും എല്ലാം പാക്കാക്കുക. ഇന്നിപ്പം തെരഞ്ഞെടുപ്പാണ്, ഞങ്ങൾ തെരഞ്ഞെടുപ്പിനൊക്കെ പോയി വന്നു, വോട്ടൊക്കെ ചെയ്തു ഞങ്ങളെല്ലാവരും. മൂത്തോനും വന്നിട്ടോ, ഓരോ വോട്ടും അമൂല്യമാണല്ലോ. മൂത്തോനും വന്ന്, അപ്പം ഞങ്ങളെല്ലാവരും കൂടെ, മൂത്തോനും ഉണ്ട്, എല്ലാവരും കൂടെ കുഞ്ഞുവാവനെ കാണാൻ പോണത്. അങ്ങനെ 2 പാക്കായി, പച്ചക്കറിയായി. ഇതാ ഇനി കാറിൽ കൊണ്ടക്കട്ടെ. മോൻ വന്നപ്പോൾ 2 കാറായി. ചെറിയ വണ്ടി അങ്ങ് എടുക്കാൻ വിചാരിച്ചു. ചീഞ്ഞു പോവണ്ട, എന്തോ മധുരം. വേനൽക്കാലമായിട്ടേ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ മതിയാവൂല. ഞങ്ങൾ പുറപ്പെട്ട് ഞങ്ങൾ 5-ാം മൈലെത്തി. ഇന്നിപ്പം വോട്ട് ചെയ്യാൻ താമസിച്ചു പോയിട്ടോ. വോട്ട് ചെയ്യാൻ പോയി കൊടുത്ത് ഭയങ്കര തിരക്കായിരുന്നു. ആ തിരക്കെല്ലാം കഴിഞ്ഞ് വോട്ടൊക്കെ ചെയ്ത് ഒരു വെള്ളമൊക്കെ കുടിച്ച് വീട്ടിലെത്തി. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറപ്പെടുന്നത്. ഇപ്പം സമയം 5 മണി കഴിഞ്ഞു. ഇത് ഞങ്ങളെ ടൗണാ, ഞങ്ങളെ അങ്ങാടി. എപ്പോൾ ഞാൻ കാണിക്കലുണ്ടല്ലോ. ഇപ്രാവശ്യം ഞങ്ങൾ വാവനെ കാണാൻ പോകുമ്പോൾ 2 ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഇതെൻ്റെ ഉമ്മയാ. ഉമ്മ പെരുന്നാളും കഴിഞ്ഞാറേ ഞങ്ങളടുത്ത് വന്ന താമസിക്കാൻ. ഇപ്പം കുറച്ചായില്ലേ, ഇപ്പം മറ്റന്നാൾ പോവുക. എൻ്റെ മൂത്ത മോന് വോട്ട് ചെയ്യാൻ വന്നതാ. OP-യിലൊക്കെ തിരക്കേന്ന്, ഉച്ചവരെ ഹോസ്പിറ്റലിൽ. ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ചുരമൊന്നും ബ്ലോക്ക് ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കാണുക. ഞങ്ങൾ കുഞ്ഞുമാവനെ കാണാൻ പോകുക. ഞങ്ങളെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിക്കാല്. ഇടയ്ക്കൊന്ന് കാണണം തന്നെ തോന്നും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ
പേരമക്കളില്ലേ, പേരമക്കളായി കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത വേറൊരു അനുഭവമാണ്, വേറെ ഒരു തന്നെയാണത്. ഞങ്ങളങ്ങനെ പോന്ന് ഇപ്പം ഞങ്ങൾ കാട്ടിച്ചിറക്കലെത്തി. കാട്ടിച്ചിറക്കൽ ഒരു കട ഉണ്ട് കേട്ടോ, നല്ല കല്ലുമക്കായി കിട്ടും ഇവിടെ. കല്ലുമക്കായി പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വിചാരിച്ച് കുറച്ച് വാങ്ങട്ടെ എന്ന് വിചാരിച്ച് നിർത്തിയിട്ടതാ. അവിടുത്തെ തിരക്കൊക്കെ നോക്ക്, ഭയങ്കര തിരക്കാ. പുറത്തിറങ്ങിയാൽ ഇവിടുന്ന് കല്ലുമക്കായി ചായയും കുടിക്കണം. ഇതാ വാങ്ങിയത്, അടിപൊളി. എന്താ നല്ല സ്മെല്ല് അവിടെ. ഇവിടുത്തെ നല്ലൊരു ടേസ്റ്റാ. അങ്ങനെ ഞങ്ങൾ കല്ലുമക്കായും വാങ്ങി പൊരിച്ചത്. ഇതാ ദ്വാരക എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഭയങ്കര ഒരു ഹൈസ്കൂളുണ്ട്, ദ്വാരക ഹൈസ്കൂള്, +2 ഉണ്ട്. ഇവിടെയാണ് എൻ്റെ ട്രഷറി കേട്ടോ. എനിക്ക് അന്നം തരുന്നത് ഇവിടെയാണ്. എൻ്റെ ട്രഷറി ഇവിടെ അടുത്ത്. എനിക്ക് ഇവിടെ നടന്നു പോന്ന അത്ര ദൂരേ ഉള്ളൂ. പക്ഷെ ഇപ്പം നടക്കാനാവൂരല്ലോ, ഇപ്പം എല്ലാവരും വണ്ടിയിലല്ലേ. ഇത് പേടിയും വെച്ചൂടെ, പൊട്ടിപ്പോകുന്നുള്ള പേടി, മടി തന്നെ നിൽക്കട്ടെ, എങ്ങനെ അങ്ങ് പോവാമല്ലേ. പ്രസവിച്ചെടുക്കുന്നതിൽക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാ നേന്ത്രപ്പഴം മുട്ട. പഴം കുറേ ഉണ്ട് കൊണ്ട് നേന്ത്രപ്പഴം പിന്നെ വാങ്ങാൻ അത് മതി. ഇവിടെ എത്തുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഇത് എൻ്റെ മക്കൾ രണ്ടും പഠിച്ച സ്ഥാപനം, +2 ഇതാ മാനന്തവാടി, GVHS മാനന്തവാടി. ഇത് കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. എൻ്റെ മക്കൾ ഇവിടെ പഠിച്ചതിന് ശേഷമാണ് ഉന്നതിയിലെത്തി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മാനന്തവാടി എത്തി. ഇതാ ഞങ്ങളെ മാനന്തവാടി കാണാത്ത എത്രയോ പ്രിയപ്പെട്ടവർ നമ്മളെ ഗ്രൂപ്പിലുണ്ട്, അവർക്ക് വേണ്ടി കാണിക്കുന്ന. ഇത് മാനന്തവാടി തുടക്ക, കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ആ സൈഡും ഈ സൈഡും ഒക്കെ ടൗൺ തന്നെയാ. ഇത് ബസ് സ്റ്റാൻഡ്. ഇവിടെ LF സ്കൂളാണ് ആ കാണുന്നത്. LF സ്കൂൾ എന്നൊക്കെ നിങ്ങൾ പരിചയമുള്ളവർക്ക് അറിയാം ഭാഗമൊക്കെ. ഇത് മാനന്തവാടിൻ്റെ ഹൃദയഭാഗം. ഇതങ്ങനെ അങ്ങ് തിരിഞ്ഞാൽ എല്ലാ ഭാഗത്തും 3-4 കൂടിയ റോഡുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് തിരിഞ്ഞാൽ ഞങ്ങൾക്ക് പോകേണ്ടത് തലശ്ശേരി റോഡിനാണ്. ഇത് മാനന്തവാടി ടൗണിൻ്റെ. ഇനി ഗാന്ധി പാർക്കിലേക്കാണ് നേരെ പോവുക. ഗാന്ധി പാർക്ക് കാണിച്ചു തരാം. അവിടെ ഗാന്ധിജിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. അതാ കാണുന്നത്. അതാ ഇവിടെയാ ചിലപ്പോൾ പ്രസംഗമൊക്കെ എപ്പോഴുണ്ട്. പോലീസുകാരുണ്ട് ഇവിടെ. ഞങ്ങളിങ്ങനെ അങ്ങോട്ട് തിരും, തലശ്ശേരി റോഡ്. അങ്ങോട്ട് പോവുകയാണെങ്കിൽ മൈസൂർ റോഡ്. തിരക്ക് തന്നെ, വൈകുന്നേരമായ തിരക്ക്. അങ്ങനെ ഞങ്ങൾ വന്ന് കുഞ്ഞുവാവൻ്റെ ഉദൻ്റെ വീട്ടിലെത്തി. ഉദൻ്റെ വീട്. ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. മോനെ ഞാൻ കാണിച്ചില്ല കേട്ടോ, ആയിട്ടില്ല, 1 മാസം പോലും ആയിട്ടില്ല, 28 ദിവസമായി. 2 ദിവസം കൂടെ ഉണ്ട്. ഉദ പിന്നെ പ്രസവിച്ച് എടുക്കില്ല, അതുകൊണ്ട് രണ്ടാളെയും ഞങ്ങളെ കാണിച്ച് ഒരു ദിവസം ഞങ്ങൾ കാണിച്ചു തരും. ഇപ്പോൾ എല്ലാം കണ്ട് കുഞ്ഞുവാവനെ കുറേ എടുത്ത് കളിപ്പിച്ചു. ഇനി ഞാൻ തിരിച്ച് ഞങ്ങൾ പോവുക. രാത്രിയായി, അതുവരെ വാവൻ്റെ അടുത്ത് ഇരുന്നു. ഞങ്ങൾ പോവാൻ നോക്കി. തിരിച്ച് മാനന്തവാടി എത്താനായി. ഇത് മാനന്തവാടി ടൗൺ. ഈ ടൗണിന്റെ ഭാഗത്തിന് പേരെന്താണെന്നറിയാം? മിന്നുമണി ജംഗ്ഷൻ. ക്രിക്കറ്റ് താരം മിന്നുമണി മാനന്തവാടി ഭാഗത്തുള്ള അതിന് പേരിട്ടത് ആ ജംഗ്ഷൻ. അത് അങ്ങനെ മാനന്തവാടി കഴിഞ്ഞ് ഇനി 4-ാം മൈലിലെത്തി. 4-ാം മൈലിലെ രാത്രി കാഴ്ചകൾ നോക്കി, എന്തൊരു ഭംഗിയാ, അടിപൊളി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങാടി 5-ാം മൈലിലെത്തി. ഇതാണ് ഞങ്ങൾ അങ്ങാടി. ഞങ്ങൾ അങ്ങാടിയിലെ രാത്രി കാഴ്ചകൾ. ഞങ്ങളെ വീട്ടിലേക്കുള്ള റോഡാണ് ഇത്. വലത് ഭാഗത്തൂടെ ഇങ്ങനെ അങ്ങ് തിരിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലേക്കുള്ള റോഡായി. അങ്ങനെ അൽഹംദുലില്ലാ വീട്ടിലെത്തി. ഞങ്ങൾ വൈകുന്നേരം പോയതാ.
അധികം ദൂരമില്ലാത്തത് കൊണ്ട് ഈ സമയമാകുമ്പോൾ തിരിച്ചെത്തി. കുറെ നേരം മോനും കളിപ്പിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു വീട്ടിലെത്തി. മോനെ കണ്ട സന്തോഷം. ഇനി കുറച്ച് ദിവസത്തിനാകും മതി, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാം. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.